വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് നമ്പർ 19. സോ ഇന്ന് നമ്മൾ എഴുതാൻ പോകുന്നത് എം ഗെയിമിംഗ് ബ്രോയുടെയാണ്. സോ നമുക്ക് നേരെ വീഡിയോ എഴുതി തുടങ്ങാം. എം ഗെയിമിംഗ് അല്ല, MG ഗെയിമിംഗ് ആണ്. സോ നമ്മൾ അതും എഴുതിയിട്ടുണ്ട്. ഓക്കെ, MG ഗെയിമിംഗ് എഴുതിയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹാളിൽ ഫുള്ള് വില്ലേജസിനെ ആഡ് ചെയ്ത് നമ്മൾ ഫുള്ള് നമുക്ക് വേണ്ട ഓരോ വർക്ക് സ്റ്റേഷൻസും ഒക്കെ വെക്കാനാണ് പോകുന്നത്. സോ ഇത് അത്യാവശ്യം സമയം എടുക്കുന്ന പരിപാടി തന്നെയാണെന്ന് മനസ്സിലായല്ലോ. സോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് റെയിൽസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. റെയിലൊക്കെ കുറച്ച് കയ്യിലോട്ട് എടുക്കണം. നമുക്ക് വേണ്ടതാണ് റെയിൽസും ഇതേപോലെ പവർ റെയിലൊക്കെ വേണം. ആൻഡ് കയ്യിൽ വേറെ പെട്ടിക്കകത്ത് റെയിലുണ്ടെങ്കിൽ അതും എടുക്കണം. നമുക്ക് ഞാനിന്ന് ആദ്യം സോംബി ക്യൂറിങ് സ്റ്റേഷൻ ചെയ്യാനാണ് വിചാരിച്ചത്. ബട്ട് അതിലും നല്ലത് നമുക്ക് ഇത് ചെയ്തിട്ട് സോംബിയുടെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് വല്ല വീഡിയോ ഉണ്ടോ ഗൈസ്? എൻ്റെ പുനീസ് ഞാനാണെങ്കിൽ ഇപ്പോൾ എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്തായാലും മറ്റേ വില്ലേജർമാരെ കൊണ്ടുവരാനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. കൊണ്ടുവന്ന് ഈ സൈഡ് ഫുള്ള് ഞാൻ ഫില്ല് ചെയ്തപ്പോഴത്തേക്ക് അവിടുത്തെ വില്ലേജർമാർ തീർന്നു. എന്നാൽ പിന്നെ ഇവന്മാർക്ക് പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവന്മാരെ കണ്ട ഗൈസ് പലതും പണിയെടുക്കുന്നില്ല ഗൈസ്. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കങ്ങ് ദേഷ്യം വന്നു. സോ പിന്നെ നമ്മളൊന്നും അറിയാമല്ലോ ഗൈസ്. പിന്നെ ഞാനാണെങ്കിൽ പിന്നെ അയൺ വന്ന് കുറച്ച് ഡയമണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അയൺ ഫാമിലോട്ട് ഞാൻ പോയി. ഞാൻ അയൺ ഫാമിൽ പോയി കാണിച്ചു തരാം ഗൈസ്. ഇവിടെ നിന്ന് അയൺ എടുത്തിട്ട് ഏകദേശം ഒരു 20-30 മിനിറ്റോളമായി കാണും. അറ്റ്ലീസ്റ്റ് ഒരയണെങ്കിലും വന്നിരുന്നത് നൈസായതിന്. ഇതിപ്പോൾ ഒരയൺ പോലും വരുന്നില്ല. ഇത് കണ്ടോ നിങ്ങളൊന്ന് നോക്ക്. ഞാൻ ഇവിടെ നിന്ന് അയൺ എടുത്തിട്ട് ഏകദേശം ഒരു 30 മിനിറ്റോളമായി കാണും. ഒരയൺ പോലും തിരിച്ചു വരുന്നില്ല. മീൻസ് നമ്മുടെ ഒരു മെഗാ അയൺ ഫാം ഇൻ അവർ ഫാക്ടറി ഏരിയ ഉണ്ട്. സോ ഇങ്ങനൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയണ്ടോന്ന് എനിക്ക് അറിയില്ല ഗൈസ്. സോ അതെന്താ ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പോസ് ചെയ്യാൻ പോവാണ്. എക്സ്പോസ് ഒന്നുമല്ല, ജസ്റ്റ് പറയാൻ പോവാണ്. ഓക്കെ, എന്താ സംഭവം എന്ന് വെച്ചാൽ സിമ്പിളാണ് കാര്യം. വലിയ ഭയങ്കര ഇങ്ങനെ മനസ്സിലായല്ല, ഭയങ്കര ഇതായിട്ടുള്ളൊരു സംഭവമൊന്നും അല്ല ഗൈസ്. ഭയങ്കര ചിന്തിക്കാനായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. ഞാൻ ജസ്റ്റ് പോയി കാണിച്ചു തരാം. സോ നമ്മളിവിടെയൊക്കെ ഒരുപാട് ബിൽഡ് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ എനിക്ക് ഒത്തിരി പ്ലാനുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ അതും ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഇവിടുത്തെ ഇത് വരുന്നത് 540-413 അല്ലേ? അതെ. അപ്പോൾ ഇച്ചിരി കൂടെ അങ്ങോട്ടൊന്ന് പോയേക്കാം ഒരു സേഫ്റ്റിക്ക്. നമുക്ക് വേണ്ട അവിടെ ഉണ്ടാക്കാം, ഈ ഷീപ്പ് വയ്ക്കുന്നിടത്ത് ഉണ്ടാക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് 100 ബ്ലോക്ക്. ദാറ്റ്സ് ഓക്കെ. ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ 491, 500. ഓക്കെ, അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് ഒരു 50 ബ്ലോക്ക് എടുക്കാം. 29, 30 ബ്ലോക്ക് ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം. ബാക്കി 70 ബ്ലോക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? 30x30 എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുതായി പോവും. 31, 32, 33, 64 ബ്ലോക്ക് ഞാൻ വെച്ചു. സോ ഇനി ഇത് 64x64 എന്ന് പറയുന്നത് ഒരു ചെറിയൊരു നമ്പർ ഓഫ് ആണ്. ബട്ട് അത്യാവശ്യം സ്ഥലം ഇതിൽ വരുമെന്ന് തോന്നി. സോ നമുക്ക് 60x60 ആക്കാം. അത് നൈസായിരിക്കും. 60x60 മതി ഗൈസ്. ഈ 4 ബ്ലോക്ക് നമുക്ക് വേണ്ട. സോ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഒരു ഡർട്ട് എടുക്കുക, എന്നിട്ട് ഇവിടെ വെക്കുക. അപ്പോൾ ഇത് എത്ര ബ്ലോക്കാണെന്ന് എനിക്ക് കറക്റ്റ് എണ്ണിയൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മളൊരു 64 അത്രയും ബ്ലോക്ക് ഉണ്ട്. സോ ഇവിടെ എവിടെയെങ്കിലും ഒരു മരം ഉണ്ടോ അവിടെ എടുക്കാൻ? അതുകൊണ്ട് അവിടെ ഒരു മരം ഇരിപ്പുണ്ട്. സോ ഇത് അത്യാവശ്യം നല്ല വലിയൊരു സ്കെയിലാണ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. സോ ഇനി ഓരോന്ന് നമുക്ക് ചെസ്റ്റിലോട്ടൊക്കെ കൊണ്ട് കളക്ട് ചെയ്യണ രീതിയിലൊക്കെ സെറ്റാക്കണം. സോ മാക്സിമം ചെസ്റ്റിൻ്റെ അടുത്തായിരിക്കും നമ്മൾ തന്നെ നിന്ന് AFK ഫാംസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. ആൻഡ് അല്ലാത്ത ഫാംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നോർമൽ ഇത് തന്നെ ചെയ്യാം. ദാറ്റ്സ് ഓൾ ഗൈസ്. സോ ഞാനൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ഞാനൊന്ന് കാണിക്കാം നിങ്ങളെ. ഇത് അത്യാവശ്യം നല്ല വലിയ സ്കെയിൽ മോഡൽ തന്നെ ആയിരിക്കും ഗൈസ്. ഞാൻ ഇതാണ്ടല്ല അവിടെ നിന്ന് കയറിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അത്യാവശ്യം നല്ല വലിയൊരു സ്കെയിൽ പ്രോജക്റ്റ് ആണെന്ന്. സോ അവിടെ നിന്ന് ഒരു വലിയൊരു ടണൽ പോലെ വന്നിട്ട് ഇവിടെ നമുക്ക് ഒത്തിരി ബിൽഡ് വെച്ച് നിറയ്ക്കാനുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ കുറച്ചധികം പ്ലാൻസൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം.
സോ എന്തായാലും നമുക്കിവിടെ വെച്ച് തന്നെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കണത്. സോ അടുത്ത എപ്പിസോഡിൽ ഞാൻ ആ ഒരു കോർണറിൽ നമ്മുടെ ഫസ്റ്റ് ബിൽഡായ നമ്മുടെ മെഗാ അയൺ ഫാം നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്നതായിരിക്കും. സോ അതും അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ സെറ്റാക്കാം. സോ ഇനിയും പെട്ടെന്ന് തന്നെ ഞാൻ അതൊന്ന് തീർത്തിട്ട് നമ്മൾ ഇങ്ങോട്ടങ്ങ് ഇറങ്ങുകയാണ്. ഈ സാരി വില്ലേജർ ട്രേഡിംഗ് ഹാൾ തീർത്തിട്ട് നമ്മൾ ഇങ്ങോട്ടങ്ങ് ഇറങ്ങുകയാണ്. സോ ഈ ഒരു പ്രൊജക്റ്റൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡ്രാഗണെ കൊല്ലാൻ പോകാനുള്ളത്. അതും ഒരു വലിയ പ്രൊജക്റ്റാണ് ഗൈസ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. സോ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video guys. Bye bye. Yeah, I'm the king when I'm in the rain. I'm a G when I'm in the van. Gone link pics on a middleman. Ain't nothing but a gold thing.